ഹലോ അർജുനാണേ. അങ്ങനെ 2 ദിവസത്തിന് ശേഷം നമ്മുടെ സ്വന്തം എക്കോസോഡ് നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തന്നത് ഞാനിപ്പം കണ്ടിന്യൂ ആയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനും ഇവനും കണ്ടിന്യൂ ആയിട്ട് റണ്ണിങ് ആണ്. വർക്കിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഓട്ടം തന്നെയാണ്, റെസ്റ്റ് ഇല്ലാണ്ട് ഓടുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുന്നെയാണ് ഞങ്ങൾ കോട്ടയത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. കോട്ടയത്ത് വർക്കിൻ്റെ ഭാഗമായിട്ട് വന്നതായിരുന്നു. അപ്പം എത്തിയ ദിവസം തന്നെ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി. അപ്പോൾ ബ്രേക്ക് ഡൗൺ ആയി വണ്ടി സ്റ്റാർട്ടാവാത്ത രീതിയിലായപ്പോൾ ഞങ്ങൾ റിക്കവറി വാൻ ഉപയോഗിച്ചിട്ട് പിന്നെ നിയറസ്റ്റുള്ള കോട്ടയം ഫോർഡ് കൈരളി ഫോർഡിലേക്ക് വണ്ടി മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് അത് മെക്കാനിക്കൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് നല്ല രീതിയിലുള്ള ഇഷ്യൂ ഉണ്ടായിരുന്നു. ഒരു പാർട്സ് അവൈലബിൾ ആയിരുന്നില്ല. അപ്പം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പം അതിനുശേഷം ഞാൻ വർക്ക് കമ്മിറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ ഇവൻ്റെ കൂടെ അല്ല, ഇവൻ്റെ കൂടെ ഇല്ലായിരുന്നു. 2 ദിവസം ഇരിക്കും എറണാകുളം തൊടുപുഴയൊക്കെ ആയിട്ട് 2 ദിവസം വർക്ക് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇന്നലെ രാത്രിയാണ് ഞാൻ തിരിച്ചെത്തിയത്. അപ്പം സാറ് പറഞ്ഞ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല, പാർട്സ് എത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്നലെ രാത്രി 12 മണിക്ക് തന്നെ അതിൻ്റെ പാർട്സ് കളക്ട് ചെയ്ത് മലപ്പുറം പോയി പാർട്സ് കളക്ട് ചെയ്ത് ഇന്ന് സൺഡേ ആയിട്ട് കൂടെ സാറിനോട് ഒന്ന് ഓഫാണെന്ന് പറഞ്ഞിട്ട് കൂടെ രാവിലെ ഞാൻ വരാം, അതെനിക്ക് ശരിയാക്കാം. പിന്നെ കൈരളി ഫോർഡിൻ്റെ സെയിൽസ് മാനേജറായ ജയ സാർ നല്ല രീതിയിലുള്ള സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെയുള്ള എല്ലാ ക്രൂവിനും ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. കാരണം നല്ല രീതിയിലാണ് അവർ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഒരു കസ്റ്റമർ സപ്പോർട്ട് എന്നൊക്കെ വെച്ചാൽ ഇതാണ്. അപ്പോൾ സൺഡേ ആണെങ്കിൽ കൂടെ അവർ വന്നിട്ട് എനിക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു സപ്പോർട്ട് ഒരിക്കലും ഞാൻ മറക്കില്ല. അപ്പോൾ നമുക്ക് നമ്മളെ മുത്തിനെ തിരിച്ചിട്ട് നമ്മുടെ സ്വന്തം എക്കോസോഡിനെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി വീണ്ടും നാട്ടിലേക്കുള്ള യാത്രയാണ്, തുടർന്നുകൊണ്ടേയിരിക്കും ഇനിയും. ഓക്കെ, ബൈ.